എന്താ? ഏയ് ഒന്നുമില്ല മോനെ. അവരെക്കുറിച്ചല്ലാതെ നമുക്കും വേറെ പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ അമ്മേ. ആ, അമ്മ എഴുന്നേറ്റ് വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. അവിടെ വന്നിരുന്ന് കഴിക്കണമെന്നില്ല പത്മിനി. എന്തെങ്കിലും ഒന്ന് ഇങ്ങോട്ട് മുറിയിലേക്ക് എടുത്താലേ അത് മതിയേ. എന്നിട്ടെന്തിനാ ജയിലിൽ കിടക്കുന്ന പോലെ ഈ മുറി കിടക്കാനാണോ? ഒരു കണക്കിന് ഇതൊരു ജയില് തന്നെയല്ലേ. കുറ്റം ചെയ്യാതെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നുവെന്ന് മാത്രം. എന്റെ മാത്രമല്ല, നിന്റെ അവസ്ഥ അത് തന്നെയാ. ആ, അമ്മ എഴുന്നേറ്റ് വന്നേ. വാ വാ. മോളെ, പെട്ടെന്നുണ്ടാക്കിയതല്ലോ. അതും പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. മോനെ ഇഷ്ടാവാതിരിക്കോ? വരുണിന് വീട്ടിൽ വെക്കുന്ന ഇത്തരം കറികളോട് അമ്മേ താല്പര്യം. ആ, എന്താ ശോധേ, തയ്യാറായോ എല്ലാം? ഉള്ളതൊക്കെ വെച്ച് ഒന്ന് ഒപ്പിച്ചു. നാളെ രാവിലെ കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങാം. ഞാൻ മോളോട് അത് പറയായിരുന്നു. ആ, അങ്ങനെ ആവട്ടെ. നാളെ നമുക്ക് പുറത്തു പോയിട്ട് ആവശ്യമുള്ളതൊക്കെ വാങ്ങാം. മോളെ, വരുണിനെ വിളിച്ചോണ്ട് വാ. ആദ്യം എന്തെങ്കിലും കഴിക്കട്ടെ. യശോദേ, കൊട്ടാരത്തിന് സമാനമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ജീവിച്ചിരുന്ന കുട്ടിയാ ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ഒന്നിനും ഒരു കുറവില്ലാതെ നോക്കണം. ഞാൻ നോക്കിക്കോളും ദേവേട്ടാ. ആ, വാ മോനിരുന്ന് കഴിക്ക്. അപ്പൊ നിങ്ങളാരും കഴിക്കുന്നില്ലേ? മോൻ കഴിക്കേ, എന്നിട്ട് ഞങ്ങൾ ഇരുന്നോളാം. എന്തിനാമേ അങ്ങനെ ഒരു വ്യത്യാസം? നമ്മൾ 4 പേരല്ലേ ഉള്ളൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അച്ഛൻ അങ്ങോട്ട് ഇരുന്ന്. ഞാൻ പിന്നെ കഴിച്ചോളാം. ഇരിക്കച്ച. അവിടെ ഇരിക്കമ്മേ. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളമാകുന്നല്ലേ ഉള്ളൂ. അല്ല, താനിരിക്കുന്നില്ലേ? ഇരിക്കാം. എന്താ? ഏയ് ഒന്നുമില്ല മോനെ. കൂടെ ഇരുന്ന് കഴിക്കുന്നതിന്റെ സന്തോഷം കൊണ്ടാ. കഴിക്ക്. എന്താ ഞാൻ കഴിക്കുന്ന എല്ലാവരും നോക്കിയിരിക്കണോ? കഴിക്ക്. ഇന്നത്തെ കാര്യമൊന്നും നോക്കണ്ടാട്ടോ. നാളെ മുതൽ അമ്മ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കോളാം. ഇതിപ്പോ പെട്ടെന്നായതുകൊണ്ടാ. സാരമല്ലമ്മേ, എല്ലാത്തിനും നല്ല രുചിയുണ്ട്. അതുപോലെ മോനെ, ഇവിടെയുള്ള സൗകര്യങ്ങളെ വിട്ട് എന്തെങ്കിലും മോൻ ആവശ്യമുണ്ടെങ്കിൽ അച്ഛനോടൊന്ന് പറയണേ. അച്ഛനെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ അച്ഛൻ ചെയ്തോളാം. അച്ഛാ, ഞാൻ ജനിച്ചത് സമ്പന്നമായ വീട്ടില്ല, വളർന്നതും അവിടെ തന്നെയാ. പക്ഷേ എനിക്ക് സൗകര്യക്കുറവുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
ഞങ്ങൾ കൂട്ടുകാർ ഒന്നിച്ച് അലയുമ്പോൾ എത്രയോ തവണ ഞങ്ങൾ കടത്തിണ്ണകളിൽ കടന്നിട്ടുണ്ടെന്നറിയോ? ഇന്നിപ്പോ ഞാൻ ഇയാളോട് പറഞ്ഞു അതാ, ഒരു രാത്രി കടത്തിണ്ണയിൽ ഉറങ്ങേണ്ടി വന്നാ നമ്മൾ അതും ചെയ്യണം. ഇന്നലെ വരെ പലതും ഉണ്ടായിരുന്നു, ഇന്നില്ല. ഇന്നു മുതൽ അങ്ങോട്ടില്ല. പക്ഷേ അച്ഛനെ മോളുണ്ടല്ലോ. കണിമംഗലം വിട്ട് ഇറങ്ങുന്ന സമയം മുതൽ എന്നോട് സംസാരിക്കുന്നത് മുഴുവൻ പൊരുതുന്നതിനെ കുറിച്ചാ, പൊരുതി ജയിക്കുന്നതിനെ കുറിച്ചാ. അവിടെയാ അച്ഛന്റെ മോളെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. കരഞ്ഞു ബഹളം വെച്ച് മനസ്സ് പഠിപ്പിക്കാനല്ലോ, തോറ്റവനെ ജയിപ്പിക്കാനല്ലോ നോക്കുന്നത്. ഇതൊക്കെ എന്ത് തോൽവിയാ മോനെ? ഇപ്പൊ ഇതൊക്കെ പിടിച്ചെടുത്തവര് നല്ലവരായിട്ടാണോ? ഒന്നുമല്ല. ദുഷ്ടന്മാർക്ക് ഒരു കാലത്ത് വലിയ വളർച്ചകളൊക്കെ ഉണ്ടാവും. അവരെപ്പോഴാ വീഴേണ്ടതെന്ന സമയം ദൈവം കുറിച്ച് വെച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടത് ആർക്കും നഷ്ടപ്പെടില്ല മോനെ. ചിലപ്പോ കുറച്ച് കാലതാമസം വരുമായിരിക്കും, അത്രേ ഉള്ളൂ. മോൻ കഴിക്കേ. അയ്യോ അയ്യോ, എന്താ മുത്തശ്ശി ചിരിക്കുന്നേ? കാര്യം പറ മുത്തശ്ശി. അല്ലടി മോളെ, മേശപ്പുറത്ത് ഇതൊക്കെ നിരന്നിരിക്കുന്നത് കാണുമ്പോഴേ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഭക്ഷണം മുമ്പിലിരുന്ന അത് കഴിക്കുന്നതിനെ കുറിച്ചല്ലേ ചിന്തിക്കാൻ പറ്റൂ? അത് നീ നിനക്കറിയാടി മോളെ? ഉള്ള കാര്യം പറയാലോ. എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശി. എന്നാലേ ഞാൻ ചിന്തിക്കുന്നത് നിന്റെ അച്ഛനെയും അമ്മയും കുറിച്ചാ.